ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുട്ടികളുടെ ഭക്ഷണത്തിലെ ഷുഗറിൻ്റെ അളവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റിഫൈൻഡ് ഷുഗേഴ്സ് കുട്ടികൾക്ക് നല്ലതല്ല. അപ്പോൾ നമ്മൾ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്തു. 6 മാസം ശേഷം ബാക്കി ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയും, പ്ലെയിൻ ഷുഗർ അല്ലെങ്കിൽ കൽക്കണ്ടം, അതിന് പകരം നിങ്ങൾ പനം കൽക്കണ്ടം അല്ലെങ്കിൽ ജാഗറി ശർക്കരയാണ് നല്ലത്. ശർക്കരയിൽ ഈ മധുരം കാർബോഹൈഡ്രേറ്റ് അല്ലാണ്ട് കുറച്ച് മിനറൽസും കൂടിയുണ്ട്, അയൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടിയുടെ ശരീരത്തിന് നല്ലതായിട്ട് വരും. അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ ചിലർ റാഗിയിലൊക്കെ നമ്മൾക്ക് ഡേറ്റ്സ് അരച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡേറ്റ്സ് നമുക്ക് കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചിട്ട് ഏത് കുറുക്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് നല്ല അയണിൻ്റെ സോഴ്സാണ്. അപ്പോൾ കുഞ്ഞിന് ബ്ലഡ് ഉണ്ടാവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതായത് റിഫൈൻഡ് ഷുഗേഴ്സ് എല്ലാത്തിനും ഒഴിവാക്കാം. ഈ ഷുഗറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ ഷുഗർ കുറച്ച് കൂടുമല്ലോ. അപ്പോൾ ആ ഷുഗറിനെ ദഹിപ്പിക്കാനുള്ള ഹോർമോൺസും വരും. ഹോർമോൺസ് വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് പിന്നെ ഷുഗർ വേണം എന്നുള്ള തോന്നൽ വരും. അത് ചെറിയ കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ വലുതാവുമ്പോഴും നമ്മളാണെങ്കിലും ഇത്തിരി മധുരം കഴിച്ചു തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞ് പിന്നെയും നമുക്ക് മധുരം കഴിക്കാനുള്ള ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരിക്കും. നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് നമ്മളത് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ ശീലമാക്കുക, ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ ഷുഗർ അല്ലാത്ത സാധനങ്ങൾ, കോംപ്ലക്സ് ഷുഗേഴ്സ് ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ചപ്പാത്തിയും ഷുഗർ അല്ലേ? ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ അതിലൊക്കെ നാരുകൾ ഉണ്ടാവും. ഗോതമ്പ് ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മൾ കൊടുത്ത് ശീലമാക്കാതെ തന്നെ ഇരിക്കുക. നമ്മളിപ്പോൾ ഷേക്സ് അങ്ങനത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ മധുരം ഒഴിവാക്കി തന്നെ പതുക്കെ ശീലിപ്പിക്കണം. ഐസ്ക്രീം, കേക്ക് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഭയങ്കര ഓവർ ഷുഗറാണ്. അതൊക്കെ നന്നായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കണം. മനസ്സിലായല്ലോ? പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.